അങ്ങനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തോട്ട് കൊണ്ടുപോയി. ദേവേട്ടനും ബാക്കി എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ടൈം ആയപ്പോഴേക്കും എൻ്റെ മാമയും അമ്മായിയും കൂടി അങ്ങോട്ട് വന്നു ഹോസ്പിറ്റലിലോട്ട്. അതുപോലെ അവിടെ സ്ക്രീനിനകത്ത് നമ്മുടെ പേരുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അവിടെ ഉള്ളവർക്ക് നോക്കി അറിയാനും കഴിയും. അങ്ങനെ എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ ധ്രുവിക്കുട്ടി ജനിച്ചു. അവൻ ജനിച്ച പോലെ കരയുന്നത് എനിക്ക് നന്നായി ഉറക്കെ കേൾക്കായിരുന്നു. ഡോക്ടർ എനിക്ക് കാണിച്ചു തന്നു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അതുപോലെ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. ദേവേട്ടനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ദൈവം സഹായിച്ച് ഓക്കെ ആയിരുന്നു. അങ്ങനെ കുട്ടീനെ ഫസ്റ്റ് ഫീഡിങ് ഓക്കെ ആയതുകൊണ്ട് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അവന്. കുഞ്ഞുവാവ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് എത്തി. പക്ഷെ ഞാൻ സർജിക്കൽ ഐസിൽ ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞിട്ട് 12 മണിയായി റൂമിലെത്താൻ. സർജിക്കൽ ഐസിൽ മാറ്റി ഉടനെ തന്നെ എൻ്റെ അനസ്തീഷ്യയുടെ ഇതൊക്കെ കഴിഞ്ഞ് വേദന തുടങ്ങി. പിന്നെ മരുന്ന് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് വേദന കുറച്ച് കുറഞ്ഞത്. അങ്ങനെ റൂമിൽ വന്നു. രാത്രി അങ്ങനെ ഉറക്കമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ആ ടൈമിൽ അറിയാമല്ലോ, നമുക്കങ്ങനെ ഉറങ്ങാനും പറ്റില്ല. രാവിലെ ഞാൻ ഒന്ന് ഉറങ്ങി കണ്ണൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ആദ്യം കുഞ്ഞാവയുടെ അടുത്ത് ഇങ്ങനെ അവനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴും ഉറക്കം മാത്രമേ ഉള്ളൂ. അച്ഛമ്മയും അമ്മമ്മയും പപ്പയൊക്കെ കൂടി പിന്നെ കുഞ്ഞുവാവിനെ എടുക്കലും ലളിക്കലും കൊഞ്ചിക്കലും ഡ്രസ്സ് ഇടിപ്പിക്കലും ഒക്കെ ആയിട്ട് പിന്നെ ഒരു ജഗബോഗയായിരുന്നു. ദേവേട്ടന് ധ്രുവിനെടുക്കാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനും നല്ല ധൈര്യമൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെയല്ലേ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവേട്ടൻ അവനെടുത്തു. കുഞ്ഞിനെ മാത്രമല്ല കേട്ടോ, അവരെല്ലാവരും എന്നെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. പിറ്റേ ദിവസം തന്നെ ഡോക്ടർ എന്നോട് നീറ്റ് ഇരുന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതുപ്രകാരം നമ്മൾ ഭയങ്കര പെയിനാണെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും സപ്പോർട്ടോടു കൂടി എനിക്കതെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അതുപോലെ ഡെലിവറി കഴിയുന്നത് വരെ ടെൻഷൻ തന്നെ ആയിരിക്കും എന്തൊക്കെ പറഞ്ഞാലും. ബ്രീച്ച് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ചെറിയ ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. സിസേറിയൻ ഓൾറെഡി ആദ്യത്തെയും സിസേറിയൻ ആയതുകൊണ്ട് ആ ടെൻഷൻ കുറവാണെങ്കിൽ പോലും വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കുറേ ചിന്താഗതികൾ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ ഭയങ്കര ആശ്വാസവും സമാധാനമായിരുന്നു. വേദന ഉണ്ടെങ്കിൽ പോലും ഭയങ്കര സമാധാനം കിട്ടി. ഡെലിവറിയുടെ അന്ന് മോർണിംഗാണ് ദേവേട്ടൻ വന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു 1 വീക്ക് ദേവേട്ടൻ എന്തായാലും ഓഫായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ തന്നെ ദേവേട്ടന് നിൽക്കാൻ പറ്റി. ഞങ്ങൾക്ക് ഒരുമിച്ച് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റി. പിന്നെ ആദ്യം വെക്കേഷനല്ലേ, അപ്പോൾ ആദ്യം നമ്മളെ കൂടെ തന്നെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. വെനസ്ഡേ ആയിരുന്നു ഡെലിവറി കഴിഞ്ഞത്. ഫ്രൈഡേ തന്നെ നമുക്ക് ഡിസ്ചാർജും ഡോക്ടർ എഴുതി. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. 15 ഡേയ്സ് കഴിഞ്ഞിട്ട് റിവ്യൂവിന് തന്നിട്ടുണ്ടായിരുന്നു 2 പേർക്കും, എനിക്കും ബേബിക്കും. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമുക്ക് റൂം കിട്ടാൻ വേണ്ടി AC റൂം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം ഭയങ്കര അഡ്മിഷനും തിരക്കൊക്കെ ആയിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ബാക്കി ഹോസ്പിറ്റലിൽ നല്ല സർവീസായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. പിന്നെ ഞാൻ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയാണ് കാണിച്ചത്, കിംസ് അൽഷിഫ. കാരണം ഞാൻ ഫസ്റ്റ് ഡെലിവറി നോക്കിയിട്ടുണ്ടായിരുന്നത് ബുഷറ ഡോക്ടറായിരുന്നു പട്ടാമ്പിയിൽ നിന്ന്. ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രം ഞാൻ പെരിന്തൽമണ്ണ പോയതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചെത്തി. എൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. നല്ല ലേറ്റ് ആയതുകൊണ്ട് ദേവേട്ടൻ്റെ വീട്ടിൽ കയറി വരണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു. അവിടെ കുഞ്ഞാവേനെ കാത്ത് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. അവൻ്റെ ഏട്ടന്മാരും ചേച്ചിയൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ധ്രുവിക്കുട്ടി ഞങ്ങളുടെ വീട്ടിലോട്ട് ആദ്യമായിട്ട് കയറുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ അടുത്തൊരു മൊമെൻ്റാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് സന്തോഷിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അടുത്ത വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ബൈ ബൈ.